ഇന്നത്തെ ചിന്താവിഷയം ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 21, 22, 23 വാക്യങ്ങളെ ആസ്പദമാക്കി ആത്മീയതയുടെ ആണിക്കല്ല് എന്ന് നാം കരുതേണ്ട ഒരു വിഷയത്തെപ്പറ്റി ചില ചിന്തകൾ പങ്കിടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ആ ഭാഗം വായിക്കട്ടെ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ എഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിങ്ങൾക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യൻ്റേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധേയമായൊരു സാഹചര്യമാണ്, സംഭവമാണിത് എന്ന് ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിവുള്ളതാണ്. ഇവിടെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ യേശു ആത്മീയ ജീവിതത്തിൽ കഷ്ടം സഹിക്കേണ്ടതിൻ്റെ ആവശ്യത്തെയും അനിവാര്യതയെയും സൂചിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ കഷ്ടം സഹിക്കേണ്ടവനാണ്. കഷ്ടം സഹിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ലോകത്തിൽ കടന്നു വന്നത്. ദ സൺ ഓഫ് മാൻ ഹാസ് കം ടു ഡൈ. ഇത് മനുഷ്യബുദ്ധിയെ കവിയുന്ന ഒരു മർമ്മമാണ്. അതുകൊണ്ടാണ് ഇവിടെ പത്രോസിനോട് യേശു പറയുന്നത്, നീ ദൈവത്തിൻ്റെ മർമ്മം അനുസരിച്ചല്ല, മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ സ്വഭാവം എന്താണ്? ഒരു കഷ്ടവും ഒരു പ്രയാസവും ഒരു ക്ലേശവും ഒരു അരിഷ്ടതയും എനിക്കുണ്ടാകരുത്, മറ്റുള്ളവർക്കുണ്ടായിക്കോട്ടെ, എനിക്ക് ഉണ്ടാകരുത്. അപ്പോൾ നമ്മൾ പറയാറില്ല, ദൈവമേ എന്നോടെന്താണ് ഇങ്ങനെ, മറ്റുള്ളവരോടായിക്കൂടെ, നല്ലവനായ എന്നോട് എന്തിനാണ് എനിക്കിത് കൊണ്ടു തന്നത്? ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. യേശു കഷ്ടപ്പാടിൻ്റെ തീച്ചൂളയിൽ കൂടെ നടന്നു പോയപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. മാനുഷികമായ വശം കൊണ്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. പക്ഷേ ആ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് എന്താണ് പറയുന്നത്? എങ്കിലും എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതമത്രേ നടക്കേണ്ടത്. അപ്പോൾ ഇത് ആത്മീയതയുടെ ഹൃദയത്തുടിപ്പാണ് എന്ന് എന്തുകൊണ്ടോ തിരിച്ചറിയാൻ പോലും വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ മടിക്കുന്നു. ആത്മീയത കൊണ്ട് നമുക്ക് പ്രാപിക്കണം എന്ന് നാം കരുതുന്നത് ഇതിൽ നിന്ന് തുല്യവും വ്യത്യസ്തമായ അവസ്ഥയാണ്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇൻഷുറൻസാണ്. അതായത് ഇൻഷുറൻസ് ആണെന്ന് പറയുന്നാലും തെറ്റാണ്, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് രോഗം വരികയില്ല, നഷ്ടം വരികയില്ല, ദുരന്തം ഉണ്ടാകുകയില്ല. ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് വരികയില്ല എന്നില്ല, വന്നാൽ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഇത് ഇൻഷുറൻസിനേക്കാൾ കുറച്ചുകൂടെ കടന്ന ഒരു പരിപാടിയാണ് എന്നത് നമുക്കറിയാം. അപ്പോൾ നാം മതമേഖലയിൽ നിൽക്കുന്നത് കൊണ്ട്, മതപരമായ ആചാരങ്ങൾ അതുപോലെ മുറ തെറ്റാതെ നാം നിലനിർത്തുന്നത് കൊണ്ട് നാം വിശ്വാസികളാണ് എന്ന് നാം ധരിക്കുകയാണ്, നാം ദൈവമക്കളാണ് എന്ന് നാം എങ്ങനെയോ ധരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സഭയിൽ മെമ്പർഷിപ്പുണ്ട്, മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കുന്നുണ്ട്, മറ്റ് സബ്സ്ക്രിപ്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് സന്തോഷമാണ്, അതുകൊണ്ട് ഞാൻ ദൈവമകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് ചിന്തിക്കുന്ന വലിയ മൗഢ്യം. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ദർശനമാണ് യേശു നമുക്ക് നൽകിയത് എന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല എന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം തന്നെയാണ്. അതാകേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് യേശു പറയുന്നത് മനുഷ്യപുത്രൻ കഷ്ടം അനുഭവിപ്പാനാണ് ഈ ലോകത്തിൽ വന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യപുത്രൻ ദൈവ സ്നേഹത്തിൻ്റെ ആൾരൂപമാണ്. ജീസസ് ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ്സ് ലവ് ഫോർ ദ വേൾഡ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവനിൽ വിശ്വസിച്ച് ലോകത്തെ ദൈവം സ്നേഹിച്ച്
അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലയക്കുവാനുള്ള ഏക കാരണം ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ അടിത്തറ സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൻ്റെ സ്വഭാവം പ്രതികരിക്കുക എന്നുള്ളതാണ്. വെറുതെ പ്രതികരിക്കുകയല്ല, ഉദ്ധാരണത്തിൻ്റെ പ്രതികരണമാണ് സ്നേഹം. എന്നാൽ ആ സ്നേഹം ഭൗതികമായ ചട്ടക്കൂടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ സ്നേഹത്തിന് ഘടകവിരുദ്ധമായ മർമ്മമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു വ്യവസ്ഥിതിയിലേക്ക് കാലുകുത്തുമ്പോൾ അനിവാര്യമായി സംഭവിക്കുന്നതാണ് പീഡനം, അരിഷ്ടത, പ്രതികൂലം, പ്രതിരോധം, പിന്നെ നമുക്കറിയാം കുരിശ്. അപ്പോൾ ലോകയാഥാർത്ഥ്യങ്ങളോടും മനുഷ്യൻ്റെ അവസ്ഥയോടും ദൈവത്തിന് പോലും ബന്ധം പുലർത്തണമെങ്കിൽ അവിടെ കഷ്ടത, സഹനം അനിവാര്യമാണ് എന്ന ഒരു വെളിപ്പെടുത്തലാണ് യേശു ഇവിടെ നടത്തുന്നത്. തൻ്റെ സഹനത്തെപ്പറ്റി, തൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരോട് യേശു അന്നു മുതൽ പിതാവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള കാലത്തികവ് വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ യേശു തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി യെരുശലേമിലേക്ക് പോകുവാൻ യെരുശലേമിലേക്ക് മുഖം തിരിച്ച അന്ന് മുതൽ. അപ്പോൾ ലോക രക്ഷയുടെ മർമ്മം ദൈവത്തിൻ്റെ കഷ്ടാനുഭവമാണ് എന്ന് നാം വ്യക്തമായി ധരിക്കുവാൻ ഭയപ്പെടുന്നു. കാരണം എന്താണ്? നാം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നാം ലോകത്തെ സ്നേഹിക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നത് കൊണ്ട് കഷ്ടപ്പാട് സഹിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരാത്മീയമായ തത്വം നമ്മെ നന്നേ പീഡിപ്പിക്കുന്നു. അത് നമുക്ക് താല്പര്യമുള്ളതല്ല. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നതിന് വിപരീതമായ അവസ്ഥ എന്താണ്? സുഖം അനുഭവിക്കുക. അത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചാലും പറയും. എനിക്ക് കഷ്ടം അനുഭവിപ്പാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? എനിക്ക് സുഖം അനുഭവിപ്പാൻ ഇഷ്ടമാണ്, ദാഹമാണ് എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ ഓരോ വ്യക്തികളും അവരുടെ സുഖം ഊതി വീർപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ഉപാധിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദൈവമാരാണ്? ദൈവം സ്നേഹമാകയാൽ മനുഷ്യ ജാതിക്ക് മുഴുവനും സൃഷ്ടിക്ക് ആകമാനവും വിടുതൽ ലഭിക്കേണ്ടതിന് കഷ്ടപ്പാട് സഹിപ്പാനായി ലോകത്തോട് ബന്ധം പുലർത്തുന്ന ഒരു അപ്രമേയമായ പ്രതിഭാസമാണ്, വ്യക്തിത്വമാണ് ദൈവം. ആ ദൈവത്തെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കളായി ഉയർത്തപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളോ ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അനിവാര്യതയായ സഹനം, ഇവയൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടതോ സുഖമാണ്, പ്ലഷർ എന്ന് പറയും. പ്ലഷർ, സ്നേഹം വേണ്ട, പ്ലഷർ, സന്തോഷം, സുഖഭോഗം. അതിൻ്റെ ഒരു ഉപാധിയായിട്ടാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ കാണുന്നതെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു മത ആഭാസത്തരം വാസ്തവത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ്. പക്ഷേ ഇതിനാണ് നാം ഭക്തിയുടെ പരിവേഷം കൊടുത്ത് അതിനകത്ത് ഒത്തിരി വിശുദ്ധന്മാരെയൊക്കെ സ്ഥാപിച്ച് വച്ചിരിക്കുകയാണ്, വിശുദ്ധിയുടെ ഉച്ഛിഷ്ടങ്ങൾ. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാണ്? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാം വ്യക്തികളെ ശ്രദ്ധിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് നെൽസൺ മണ്ടേല ഒരിക്കൽ പറഞ്ഞു, കാരാഗ്രഹവാസം അനുഭവിക്കാത്തവന് യഥാർത്ഥത്തിൽ ഒരു ജനനേതാവായി വളരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻ പ്രിസൺസ് ദാറ്റ് ട്രൂ ലീഡേഴ്സ് ആർ ബോൺ. അതൊരു വലിയ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? കഷ്ടപ്പാടിൽ കൂടെയാണ്, കഷ്ടം സഹിക്കുന്നതിൽ കൂടെയാണ്, സ്ട്രഗിളിൽ കൂടെയാണ്
ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വളരുന്നത്. അത് ഹിറ്റ്ലർക്ക് പോലും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് എന്താണ് പേരിട്ടത്? മെയിൻ കാഫ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മൈ സ്ട്രഗിൾസ്. ഞാൻ ഈ ക്ലേശത്തിൽ കൂടെയും കഷ്ടം സഹിക്കുന്നതിൽ കൂടെയുമാണ് വളർന്നു വന്നത് എന്ന് ഹിറ്റ്ലറുടെ അവകാശവാദമാണ്. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് ലോകത്തെ മുഴുവനും ദുരിതം കൊണ്ട് നിറച്ചു. അതൊരു മറ്റൊരു അനുഭവമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ശീർഷകമാണ് ഞാൻ പറഞ്ഞത്, മൈ സ്ട്രഗിൾസ്, മെയിൻ കാഫ്. അപ്പോൾ അത് നെൽസൺ മണ്ടേലയുടെ തിരിച്ചറിവ്. ഇപ്പോൾ തന്നെ ഗാന്ധിയാണെങ്കിലും ക്ലേശം സഹിക്കുവാൻ, കഷ്ടപ്പാട് സഹിക്കുവാൻ വേണ്ടി വന്നാൽ ജീവൻ ഒടുക്കുവാനുള്ള മനസ്സും ധൈര്യവും വിശ്വാസവും ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലേശം സഹിക്കുക, കഷ്ടപ്പാട് സഹിക്കുക, സഹനത്തിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം വളരുകയുള്ളൂ. ഇതിന് സഹായമായ ഒരു ഉദ്ധരണി ടോൾസ്റ്റോയിൽ നിന്ന് നമുക്ക് പരിഗണിക്കാം. ടോൾസ്റ്റോയുടെ വിഖ്യാതമായൊരു നോവലാണ് അന്ന കരീനിന. അതിൻ്റെ ആദ്യത്തെ വാചകം എന്താണ്? All happy families in the world are alike, but each unhappy family is unhappy in its own special way. ലോകത്തിൽ സന്തോഷം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഒരുപോലെയാണ്. എന്നാൽ ലോകത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, സങ്കടവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന, ദുരന്തം അനുഭവിക്കുന്ന ഓരോ കുടുംബവും വ്യത്യസ്തതകളോടുള്ള അല്ലെങ്കിൽ വേറിട്ട അനുഭവങ്ങളുള്ള പ്രത്യേകതയുള്ള കുടുംബങ്ങളാണ്. അത് വളരെ മനോഹരമായൊരു തിരിച്ചറിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ടോൾസ്റ്റോയുടെ അന്ന കരീനിന എന്ന നോവലിൻ്റെ ആദ്യത്തെ വാചകമാണ് ഞാൻ ഉദ്ധരിച്ചു. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ആരൊക്കെ വിചാരിച്ചാലും തുടച്ചു നീക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കഷ്ടപ്പാടുണ്ട്, അരിഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, പീഡയുണ്ട്, പീഡനമുണ്ട്, വേദനയുണ്ട്, ക്രൂരതയുണ്ട്, അനീതിയുണ്ട്, അക്രമമുണ്ട്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഇവിടെ സ്നേഹം ക്രൂശീകരിക്കപ്പെടും. പക്ഷേ ആ സ്നേഹമല്ലാതെ മനുഷ്യരാശിക്ക് മറ്റൊരു പ്രത്യാശയുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയെ സ്നേഹിക്കുന്നവർ ക്രൂശീകരിക്കപ്പെടുവാനുള്ള മനസ്സും ധൈര്യവും ഉള്ളവരായിരിക്കണം. അതില്ലാതെ നമുക്കൊരു നന്മയും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ ഭാരതത്തിലുള്ള 38,000, 39,000 കോളേജുകളിലെ പ്രിൻസിപ്പൽസിനെ നോക്കിയാൽ വളരെ കൗതുകമുള്ളൊരു കാര്യം തിരിച്ചറിയാൻ കഴിയും. അവർ രണ്ട് കൂട്ടരായി നമുക്ക് തരംതിരിക്കാം. ബഹുഭൂരിപക്ഷം ആളുകളും, അതാണ് 99% ആളുകളും, അവർക്കൊരു കസേര കിട്ടി, അതുകൊണ്ട് വലിയ ക്ലേശമൊന്നുമില്ലാതെ, കഷ്ടപ്പാടൊന്നുമില്ലാതെ ആനുകൂല്യം എത്രമാത്രം പ്രാപിക്കാം, കുറഞ്ഞ പക്ഷം സമാധാനമായിട്ട് എനിക്ക് കിട്ടിയ 5 വർഷം 10 വർഷം കഴിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്, അതനുസരിച്ച് മാത്രമാണ് അവർ സ്ട്രാറ്റജി ഉണ്ടാക്കുക. എന്നാൽ അപൂർവം ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. എൻ്റെ കസേര പോയാലും എനിക്ക് പ്രശ്നമല്ല, ഇവിടെ മരിച്ച് വീഴേണ്ടി വന്നാലും പ്രശ്നമല്ല. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം എന്നെ ഈ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം നിർവഹിക്കുവാൻ ജീവൻ പണയപ്പെടുത്തി അധ്വാനിപ്പാൻ ഞാൻ തയ്യാറാണ്. അത് സംബന്ധമായി എന്തെല്ലാം കഷ്ടവും നഷ്ടവും ക്ലേശവും അനിഷ്ടതയും അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കും എന്ന നിലപാടിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പിൾസിന് മാത്രമേ എന്തെങ്കിലും വ്യക്തിത്വമുണ്ടാകുകയുള്ളൂ എന്നത് പ്രകടമായ സത്യമാണ്. ബാക്കിയുള്ളവരൊക്കെ ഈ കുമിളകൾ വരുന്നത് പോലെ വന്നും പോയും ഒക്കെ ഇരിക്കും. അവരിരുന്നതും ഇരിക്കാതിരുന്നതും എല്ലാം കണക്കാണ്. ഇപ്പോൾ നമ്മുടെ മത നേതൃത്വത്തിലുള്ള ബിഷപ്പന്മാർ, തിരുമേനിമാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ. അവർ ആഡംബരം കൊണ്ടും വസ്ത്രത്തിൻ്റെ മൂടി കൊണ്ടും തലയിലെ കിരീടം കൊണ്ടും നടക്കുന്ന കാറിൻ്റെ മൂടി കൊണ്ടും ഇങ്ങനെ നടക്കുന്നതല്ലാതെ അവർ 10 വർഷം 15 വർഷം അല്ലെ മരിക്കുന്നത് വരെ വലിയ കസേരയിലിരിക്കുന്ന കുമിളകളായിട്ടാണ് പൊട്ടിപ്പോകുന്നത്. നമുക്കറിയാം.
പിന്നെ അവരെ അടക്കുമ്പോൾ അങ്ങനെയാകണം ഇങ്ങനെയാണോ എന്നൊക്കെ വലിയ കാര്യം പറയുന്നതല്ലാതെ അവർ ജീവിച്ചതും ജീവിക്കാതിരിക്കുന്നതും എല്ലാം കണക്കാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാര്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ പൊള്ളയായി പോകുന്നത്? അവർക്ക് കഷ്ടം സഹിക്കുവാൻ മനസ്സിലാത്തതുകൊണ്ടാണ്. വാസ്തവത്തിൽ നീതിക്കും സത്യത്തിനും വേണ്ടി നിലനിന്നിട്ട് അതിനുവേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് എൻ്റെ സന്തോഷമാണ് എന്ന് എണ്ണുന്ന മത നേതാക്കന്മാർ, ക്രിസ്തു മതത്തിലാണെങ്കിൽ ഏത് മതത്തിലാണെങ്കിൽ ഇന്ന് വിരളമാണെന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവർ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മതമേഖലയിൽ വരുമ്പോൾ മനുഷ്യ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ ഉണങ്ങി ചുളുങ്ങി ഒന്നുമില്ലാതായി തീരുകയാണ്. ദ ട്രാജിക് ഡ്വിൻഡ്ലിംഗ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. വെറും അല്പത്തരത്തിൻ്റെ രാജകീയ താണ്ഡവങ്ങളാണ് അല്ലെങ്കിൽ നാടകങ്ങളാണ് മതമേഖലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ദയവായി ഇത് മനസ്സിലാക്കുക. കഷ്ടം സഹിക്കുക ഈ ലോകത്തിലെ അനിവാര്യതയാണ്. പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവർ കഷ്ടം സഹിക്കേണ്ടി വരും. കാരണം നാം വസിക്കുന്ന ഈ ലോകം അപ്രകാരമുള്ളതാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ നന്മകളുടെ സാധ്യതകൾ പോലും കാണുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ കാണുമ്പോൾ മാത്രമേ, അങ്ങനെ കണ്ണു തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി സ്ഥിതി ചെയ്തിട്ട് അതിനുതകുന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കുക എന്നത് യേശുവിൻ്റെ ദൗത്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, അന്ധരുടെ കണ്ണ് തുറക്കാനാണ് ഞാൻ വന്നത്. അന്ധരുടെ കണ്ണ് തുറക്കണമെങ്കിൽ അങ്ങനെ തുറക്കുന്നവൻ സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമാകണം. സ്നേഹത്തിന് മാത്രമേ മനുഷ്യൻ്റെ കണ്ണ് തുറക്കാൻ സാധ്യമാകുകയുള്ളൂ. വെറുപ്പ് മനുഷ്യൻ്റെ കണ്ണിനെ അടച്ച് കളയുന്നതാണ്, മനുഷ്യനെ അന്ധനാക്കുന്നതാണ്. ഹെയ്റ്റ് മേക്സ് ഹ്യൂമൻ ബീയിങ്സ് ബ്ലൈൻഡ്. ലവ് അലോൺ ഓപ്പൺസ് അവർ ഐസ് ടു സീ ദ ഫെലോ ഹ്യൂമൻ ബീയിങ്സ്. നമുക്കറിയാം, യേശുവും ന്യായശാസ്ത്രിയുമായുള്ള സംവാദത്തിൽ ന്യായശാസ്ത്രി പറയുന്നു, എൻ്റെ അയൽക്കാരൻ ആരാണ്? ഞാൻ ഇന്ന് വരെ എൻ്റെ അയൽക്കാരനെ കണ്ടിട്ടില്ല. കാര്യം എന്താണ്? അവന് സ്നേഹത്തിൻ്റെ കണ്ണില്ലാഞ്ഞത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും അയൽക്കാരനെ കാണുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു നല്ല അയൽക്കാരനായിട്ടാണ് യേശു വന്നത്. എന്തുകൊണ്ട്? യേശു സ്നേഹമായതുകൊണ്ട്. അതുകൊണ്ട് യേശു നോക്കുമ്പോൾ എല്ലായിടത്തും ശത്രുക്കളല്ല, പിന്നെ സഹോദരങ്ങളാണ്, അയൽക്കാരാണ്, ദൈവമക്കളാണ്. ഇത് ഉണ്ടാകണമെങ്കിൽ സ്നേഹത്തിൻ്റെ കണ്ണ് നമുക്കുണ്ടാകണം. പക്ഷേ ആ സ്നേഹത്തിൻ്റെ കണ്ണ് ആത്മാവിലും സത്യത്തിലും സ്നേഹം തന്നെ ആകണമെങ്കിൽ സഹനത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടാകണം. കഷ്ടം സഹിപ്പാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പക്ഷേ അതിന് തുലവും വിപരീതമായ സുഖവും നേട്ടവും ലാഭവും മാത്രം ഉദ്ദേശിച്ചാണ് ബഹുഭൂരിപക്ഷം ആളുകളും ദൈവമെന്ന് അവർ പറയുന്ന ഒരു സങ്കല്പത്തോട് ബന്ധം പുലർത്തുന്നത്. ആ അന്ധവിശ്വാസത്തെ നിലനിർത്തത്തക്കവണ്ണമാണ് എല്ലാ മതങ്ങളും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ആത്മീയ വ്യാപ്തിയുള്ള ഗുണഫലമുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തെ 7 തവണ തീയിൽ ശുദ്ധീകരിച്ച പൊന്നുപോലെ മനോഹാരിതമാക്കുന്ന സഹനത്തിന് തയ്യാറെടുപ്പീൻ എന്ന ഒരു സഭയും വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ പ്രേരിപ്പിക്കാറില്ല, ഉത്ബോധിപ്പിക്കാറില്ല, ആഹ്വാനം നൽകാറില്ല. പറയുന്നത് എന്താണ്? ഞങ്ങൾ പറയുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചോ, പിന്നെ ജീവിതം മുഴുവൻ സുഖമായി ജീവിക്കാമെന്ന് പറയുന്നത്. ഇത് വലിയ നുണയാണ്. ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇത് മനുഷ്യൻ്റെ ദൈവം തുറന്ന കണ്ണ് അടയ്ക്കാൻ മാത്രം, മനുഷ്യരെ വീണ്ടും കുരുടനാക്കാൻ മാത്രം പര്യാപ്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം ഏറ്റവും അടിസ്ഥാനപരമായി പ്രാപിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് നീതിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനുള്ള നമ്മുടെ മനസ്സാണ്. അതില്ലാതെ ആരും ദൈവമക്കളായി തീരുന്നില്ല, യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ളതെല്ലാം പ്രഹസനമാണ്, അതിലർത്ഥമില്ല. പിന്നെ അതിൽ ഒട്ടി നിന്നാൽ വല്ല നക്കാപ്പിച്ച കിട്ടും എന്ന പ്രതീക്ഷയിൽ ആളുകൾ അങ്ങോട്ട് ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ
ഏറെ താമസിയാതെ അവരുടെ അടുത്ത നിലപാട് ബുദ്ധിശൂന്യമാണ് എന്ന് തെളിയിക്കപ്പെടും. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വിശാലമായ വഴിയിൽ കൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ജനസമുദ്രം അവർ ഭോഷത്വത്തിലേക്കാണ് ഒഴുകിപ്പോകുന്നത് എന്ന് അവർ തിരിച്ചറിയും. പക്ഷേ ദുഃഖകരമായ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകിയിരിക്കും. ആ 10 കന്യകമാരുടെ ഉപമയിൽ അവരവരുടെ ഭോഷത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മുറിയുടെ വാതിൽ അടച്ചുപോയി. പിന്നെ തിരിച്ചറിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. പിന്നെ അവശേഷിക്കുന്ന കരച്ചിലും പല്ലുകടിയുമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ആത്മീയ ധാരണ, ഉത്ബോധനം പ്രാപിപ്പാൻ നമുക്ക് ആവശ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.